ഹായ്, എസ്എൽ ഡോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പങ്കാളിക്ക് മറ്റൊരു അഫെയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു എക്സ്ട്രാ അഫെയർ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ ഫോൺ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ ഓവർ പൊസസീവ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് അവരുടെ ഫോൺ അവർ എവിടെ പോകുമ്പോഴും എടുത്തിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ജസ്റ്റ് ഒരു വാഷ്റൂമിൽ പോവുകയാണെങ്കിൽ പോലും അവർ ഫോൺ കയ്യിൽ വെക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഫോണൊന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുന്നേ ഉണ്ടാവില്ല. നമ്മളിനി അഥവാ അവരുടെ ഫോണൊന്ന് എടുത്തു കഴിഞ്ഞാൽ അവർ വല്ലാതെ ടെൻഷൻ അടിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ ജസ്റ്റ് ലോക്കൊന്നും ഓപ്പൺ ആക്കി തരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് പിടികിട്ടാത്ത രീതിയിലുള്ള ലോക്കുകളായിരിക്കും അവർ വെക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ രീതിയിൽ ഫോണിനെ ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതേപോലെ ആ ഫോണിലേക്ക് ഓവറായിട്ട് കോൾസ്, അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ടും കാണാനായിട്ട് കഴിയുന്നുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ മാത്രം അവർക്കൊരു എക്സ്ട്രാ അഫെയർ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബാക്കിയുള്ള കാര്യങ്ങളോട് കേട്ടിട്ട് ആ കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഉറപ്പിക്കുക അവർക്ക് വേറൊരു അഫെയർ ഉണ്ട് എന്നുള്ളത്. ദെൻ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ സീക്രട്ട് ആൻഡ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും അവരുടെ എന്നുള്ളതാണ്. അതായത് ഇപ്പം നമുക്ക് വളരെ അടുത്തറിയുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ പെട്ടെന്നൊരു മാറ്റം കാണുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അതായത് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ മുന്നേ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരാളായിരിക്കാം, വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊന്നും പറയാത്തൊരവസ്ഥ. അതായത് അവർക്ക് പറയാനായിട്ട് വേറൊരു പേഴ്സൺ അവിടെ ഉണ്ട്. അപ്പം നിങ്ങളോടുള്ള സംസാരങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട്, സീക്രട്സ് പലതും അവരുടെ മനസ്സിൽ വെക്കുന്നതായിട്ട്, വളരെ മിസ്റ്റീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ആളെ പിടികിട്ടുന്നുണ്ടാവില്ല. എന്താണ് ഈ പേഴ്സൺ അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. സോ ആ രീതിയിലുള്ള ഒരു ബിഹേവിയറും അവരുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ള ഒരു സൈനായിട്ട് എടുക്കാവുന്നതാണ്. നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഇപ്പൊ നമ്മുടെ പാർട്ട്ണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മാറ്റം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതായത് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിന് വളരെ പെട്ടെന്ന് ഒരു ചേഞ്ച് വരികയാണ്. അവർ മുമ്പേ ധരിച്ചിരുന്ന ആ രീതിയിലുള്ള ഡ്രസ്സുകളായിരിക്കില്ല ഇപ്പോൾ ധരിക്കുന്നുണ്ടാവുക. കുറച്ചുകൂടി നീറ്റായിട്ട്, അതുപോലെ തന്നെ കുറച്ച് മോഡേൺ ആയിട്ടോ അല്ലെങ്കിൽ വേറെ പല ഡ്രസ്സുകളും അവർ ട്രൈ ചെയ്ത് നോക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ടാവും. അവരുടെ സ്കിന്ന് കുറച്ചുകൂടി അവർ കെയർ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ടാവും. ചിലപ്പോൾ കുറേ പ്രൊഡക്ട്സ് അവർ പുതുതായിട്ട് വാങ്ങുന്നുണ്ടായിരിക്കും. അതായത് ഓവറായിട്ട് അവർ ഫിസിക്കൽ അപ്പിയറൻസിനെ നോക്കുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നുണ്ടാവും. ഇപ്പോൾ നമ്മളെല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് തന്നെ ആയിരിക്കാം, പക്ഷേ ഇവർ കുറച്ചുകൂടി കൂടുതലായിട്ട് കോൺഷ്യസ് ആവുന്നതായിട്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അത്ര നാളുള്ളതുപോലെ ആയിരിക്കില്ല, കുറച്ചുകൂടി എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ അവരുടെ ടോട്ടൽ ബിഹേവിയറിൽ വരുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസിലാണ് മെയിൻ ആയിട്ട് നമുക്ക് അറിയാനായിട്ട് കഴിയാം. ആരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഭംഗി വരുത്താൻ വേണ്ടിയിട്ടൊക്കെ അവർ നോക്കുന്നതായിട്ട് നമുക്കറിയാനായിട്ട് കഴിയും. സോ ഈ രീതിയിലൊരു മാറ്റവും കാണുന്നുണ്ടെങ്കിൽ കൂടി അതും നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇവർ ഓവർ ഇമോഷണൽ ആവുന്നതായിട്ട് അറിയുന്നുണ്ടാവും. അതായത് ഇപ്പം നിങ്ങൾ അവരോട് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമോഷണൽ ആയിട്ടായിരിക്കും അവർ ആൻസർ ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ കരഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും അവർ പറയുന്നുണ്ടാവുക. അതായത് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് വിശ്വസിപ്പിക്കണം എന്നുള്ള രീതിയിൽ വളരെ ഇമോഷണൽ ഡ്രാമ കളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്ര നാൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സ്ട്രോങ് ആയിട്ട് ആൻസർ ചെയ്തിരുന്ന ഒരു പേഴ്സൺ വളരെ പെട്ടെന്ന് പിന്നീട് അങ്ങോട്ട് വളരെ ഇമോഷണൽ ആയിട്ട് നിങ്ങളോട് പെരുമാറുന്നതായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ചിലപ്പോൾ അവിടെ കരയേണ്ട ആവശ്യം അല്ലെങ്കിൽ വിഷമിച്ച് പറയേണ്ട ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ അവർ പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇമോഷണലി നിങ്ങളെ പറ്റിക്കാനായിട്ട് നോക്കുന്നതാണ്, അല്ലാണ്ട് വേറൊന്നല്ല. സോ ഇങ്ങനെ ഈ രീതിയിലൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ അവരുടെ ഭാഗത്ത് നിന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു സൈനായിട്ട് നിങ്ങൾ എടുക്കുക. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കള്ളം പറയൽ നമ്മളെല്ലാവരും പറയുന്ന കാര്യമാണ്. ആരും അത്ര വലിയ സത്യസന്ധരൊന്നും ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവില്ല. പക്ഷേ നിരന്തരമായിട്ട് കള്ളങ്ങൾ പറയാം. അതും ഇപ്പോൾ ഇവരിപ്പോൾ ഒരു എക്സ്ട്രാ അഫെയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇവർക്ക് കള്ളം പറയേണ്ടത് അത്യാവശ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിയുമ്പോൾ പിടിച്ചു നിൽക്കാനായിട്ടൊരു കള്ളം പറയുന്നുണ്ടാവും. പക്ഷെ ഒരു കള്ളം പറയുമ്പോഴത്തേക്കും അതിൻ്റെ പുറകെ കുറേ കള്ളങ്ങൾ ഇങ്ങനെ പറയേണ്ടി വരും, സ്വാഭാവികമാണ്. സോ ആ രീതിയിലായിരിക്കും പിന്നീട് അവരുടെ പെരുമാറ്റത്തിൽ കാണാനായിട്ട് കഴിയുണ്ടാവുക. അതായത് ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ പിന്നെ നോക്കുമ്പോഴത്തേക്കും ചോദിക്കാനൊക്കെ കള്ളങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. ഇങ്ങനെ നിരന്തരമായിട്ട് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ വ്യക്തി എന്തൊക്കെയോ ഒളിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മേ ബി അവർക്കൊരു എക്സ്ട്രാ അഫെയർ ഉണ്ടായിരിക്കാം എന്നുള്ളത്. സോ ഈ ഒരു കാര്യമാണ് നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് കള്ളം ഒരുപാട് പറയുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനടി നിങ്ങൾ ഇവർക്കൊരു എക്സ്ട്രാ അഫെയർ ഉണ്ടെന്ന് വിചാരിക്കരുത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതായത് ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സുകളും അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർക്കൊരു എക്സ്ട്രാ അഫെയർ ഉണ്ടായിരിക്കാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അഫെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ ഒരു മുൻകൈ എടുക്കുക. അതായത് അവരെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക.
അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണായിട്ട് തന്നെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം, പക്ഷേ അവരുടെ എക്സ്ട്രാ അഫെയർ അവർ അവസാനിപ്പിക്കുന്നില്ല, അതിന് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് കറക്റ്റായി മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഈ എക്സ്ട്രാ അഫെയർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക, ഞാനത് നോക്കിയിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്